Hi friends, welcome to Garam Masala, the magic spices of cooking. Grape pudding. ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു ടേസ്റ്റി ഗ്രേപ്പ് ജ്യൂസ് പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ബ്ലാക്ക് ഗ്രേപ്പ് 2 കപ്പ്, കോൺഫ്ലവർ 1/4 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, വെള്ളം, ഗ്രേപ്പ് എസൻസ് 1 ടീസ്പൂൺ. ആദ്യം നമുക്ക് ഗ്രേപ്പിനെ വേവിച്ചെടുക്കണം. ഒരു സോസ് പാനിലോട്ട് എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം. 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. തണുത്തതിന് ശേഷം നമുക്കിതിൽ നിന്നും ജ്യൂസ് എടുക്കാം. അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസാണിത്. അടുത്തതായി നമുക്ക് പഞ്ചസാര, കോൺഫ്ലവർ ഇവയെ ഒരു ബൗളിലോട്ട് എടുക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ്ചറിനെ നമുക്കൊരു സോസ് പാനിലോട്ട് എടുക്കാം. ഇനി നമുക്കിതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിനെ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇപ്പോൾ നമ്മുടെ പേസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം 2 കപ്പ് ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിക്കാക്കി എടുക്കണം. ഇതാണ് നമ്മുടെ പുഡിങ്ങിന്റെ പരുവം. ഒരുപാട് തിക്കായി പോകരുത്. കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് ഇത് തണുക്കുന്ന സമയത്ത് തിക്കായിക്കൊള്ളും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഡെസേർട്ട് കപ്പിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. 2-3 മണിക്കൂറെങ്കിലും കുറഞ്ഞത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ഗ്രേപ്പ് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഗ്രേപ്സ്, ഐസ്ക്രീം, വിപ്പിംഗ് ക്രീം ഇവയെല്ലാം ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം തണുപ്പോടുകൂടി തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.